ഹലോ, വെൽക്കം ടു ഡേ 46. രാവിലെ എണീറ്റ് കുളിച്ച് റെഡിയായി നേരെ ക്ലിനിക്കിലേക്ക് പോയി. അപ്പവും മഞ്ജു ചേച്ചിയാണ് ക്ലിനിക്കൊക്കെ എന്നും വൃത്തിയാക്കുന്നത് കേട്ടോ. ക്ലീനിങ്ങിന് ആവശ്യമായിട്ടുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുത്ത് ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ക്ലയൻസിൻ്റെ എണ്ണമൊക്കെ ഭയങ്കരമായിട്ട് കുറഞ്ഞതുകൊണ്ട് ഞാൻ കരുതി ക്ലിപ്പിൽ പോയി കുറച്ച് നോട്ടീസൊക്കെ കൊടുക്കും. അങ്ങനെ ഞാനും അപ്പവും കൂടി കുറേ നോട്ടീസൊക്കെ കൊടുത്തു തീർത്തു. ഇപ്പോൾ കുറച്ച് നാളായിട്ട് ബീച്ചൊന്നുമില്ല, എല്ലാം കടലെടുത്തുനിന്ന്. അങ്ങനെ കഥയൊക്കെ പറഞ്ഞ് നിൽക്കുമ്പോഴേ എൻ്റെ തലയുടെ വേണ്ടി കൂടെ ഈ പുള്ളി ഇങ്ങനെ പോകും. കൈ കുറച്ച് പൈസയൊക്കെ വരട്ടെ, എനിക്കും പറക്കണം ഇതുപോലെ. അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് ഊണൊക്കെ കഴിഞ്ഞിരുന്നപ്പോഴത്തേനും ഗാബി വന്നു. ഇന്നത്തെ ക്ലാസ് കുറച്ച് കടുത്തുന്നേ. അഷ്ടാംഗഹൃദയം ആയുഷ്കാമ്യം ചാപ്റ്ററാണ് സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് മനസ്സിലായ ഒരു കാര്യം എന്താണെന്നറിയോ, ഈ ഫോറിനേഴ്സിനെയൊക്കെ പരിചയപ്പെടാൻ തുടങ്ങിയ ശേഷമാണ് ഒരു മലയാളിയാണ് അല്ലെങ്കിൽ ഒരു ഇന്ത്യക്കാരനാണെന്നൊക്കെ പറയുമ്പോൾ ഒരു അഭിമാനം ഉണ്ടല്ലോ. ഇവർക്ക് നമ്മുടെ കൾച്ചറും ഫുഡും ട്രഡീഷനും ഒക്കെ എന്തിഷ്ടമാണെന്ന് അപ്പോഴാണ് മനസ്സിലായത്. ഞാൻ കുറച്ച് നാൾ മുന്നേ ഒരു സ്ലൊവേനിയക്കാരി ഒരു ടീച്ചറിനെ പരിചയപ്പെട്ടപ്പോൾ പുള്ളിക്കാരുടെ ചൈൽഡ്ഹുഡ് ഡ്രീമാണ് ഇന്ത്യ വിസിറ്റ് ചെയ്യണം, ഇന്ത്യ കാണണമെന്നൊക്കെ. ഫോറിനേഴ്സ് ഇങ്ങനെയൊക്കെ പറയുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റാത്തതാണ്. ക്ലാസ് ഒക്കെ കഴിഞ്ഞ് ഗാബിയുടെ കൂടെ ഒരു ചായ കുടിക്കാൻ പോകാന്ന് പറഞ്ഞിരുന്നപ്പോൾ പുള്ളിക്കാരത്തി ഫാസ്റ്റിംഗ്. പിന്നെ ഞാൻ ഒറ്റയ്ക്ക് പോയൊരു ചായയെ കുടിച്ച് ഒറ്റയ്ക്ക് ഇരുന്ന് എന്തൊക്കെയോ ആലോചിച്ച് കൂട്ടി. പിന്നെ തിരിച്ചു വരുന്ന വഴിക്ക് കുറച്ച് പ്രകൃതി രമണീയതയും സൺസെറ്റൊക്കെ ഒന്ന് എൻജോയ് ചെയ്ത് റൂമിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് കിടന്നു. അപ്പോൾ നാളെ കാണാം.